കോടികൾ ചെലവഴിച്ച് മലയാള സിനിമകൾ നിർമ്മിക്കുന്നതിന് പിന്നിൽ കള്ളപ്പണ മാഫിയയാണോ? ആണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കോടികൾ വാരിയ മഞ്ഞുമ്മൽ ബോയ്സ് എക്കാലത്തെയും മലയാളം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. 150 കോടി രൂപ രാജ്യത്തെ തിയേറ്ററുകളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നുമടക്കം 250 കോടി രൂപയും കളക്ട് ചെയ്തെന്നായിരുന്നു സിനിമാ നിർമ്മാതാക്കളുടെ അവകാശവാദം. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വൻതുക കളക്ട് ചെയ്ത ചിത്രം എന്ന പേരിൽ ചിത്രത്തിന് വലിയ സ്വീകാര്യതയും ഉണ്ടായിരുന്നു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസ് ആയിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ. സിനിമയുടെ നിർമ്മാണ പങ്കാളിയായിരുന്ന അരൂർ സ്വദേശിയെ ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്ന പരാതിയാണ് മഞ്ഞുമ്മൽ ബോയ്സിനെ കുരുക്കിലേക്ക് നയിച്ചത്. സംഭവത്തിൽ ED കേസെടുക്കുകയും പറവ ഫിലിംസിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നലെ റെയ്ഡ് നടന്നത്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ 60 കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് ആദായ നികുതി വകുപ്പ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. സിനിമയുടെ പേരിൽ ലഭിച്ചതായി പറയുന്ന കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ച് കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ബോളിവുഡ് സിനിമയിലും ടോളിവുഡിലും മറ്റുമായിരുന്നു കോടികളുടെ കള്ളപ്പണം എത്തിയിരുന്നത്. ഹിന്ദി സിനിമയിൽ അന്താരാഷ്ട്ര കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ പണം വരെ വന്നൊരു കാലമുണ്ടായിരുന്നു. കള്ളപ്പണക്കാരും അധോലോകവും ഒക്കെ നിയന്ത്രിക്കുന്ന വ്യവസായമായി ബോളിവുഡ് സിനിമാ രംഗം മാറിയതോടെ സർക്കാർ ഏജൻസികൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് സിനിമ. സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ പെരുപ്പിച്ച് കാണിച്ച് പണം വെളുപ്പിക്കുക എന്ന തന്ത്രമാണ് കുറച്ചു കാലമായി മലയാള സിനിമയിലും ഉണ്ടായ പ്രവണത. ടിക്കറ്റുകൾ വ്യാജമായി ബുക്ക് ചെയ്ത് കാലിയായ സിനിമാശാലകൾ പോലും ഹൗസ്ഫുൾ എന്ന് കാണിച്ച് പണം വെളുപ്പിച്ചതായാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാതിരുന്ന നിരവധി പേർ മലയാള സിനിമയിൽ വൻകിട സിനിമാ നിർമ്മാതാക്കളായി മാറിയ ചരിത്രവുമുണ്ട്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വ്യക്തമായി അന്വേഷിച്ചാൽ മലയാള സിനിമയിൽ നടക്കുന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടിന്റെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരുമെന്നതാണ് വസ്തുത. പറവ ഫിലിംസ് ഓഫീസിൽ റെയ്ഡ് നടത്തിയതിനു പിന്നാലെ ഇനി നടൻ സൗബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. പറവ ഫിലിംസ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന ഇന്നലെ രാത്രി 11 മണി വരെ നീണ്ടിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പ്രാഥമിക കണ്ടെത്തൽ മാത്രമാണ് നടത്തിയതെന്നും അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നുമാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പറവ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്ക് നൽകിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡ്രീം ബിഗ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇരു നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത്.